കണക്ഷനാണ് നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, രണ്ട് ഡിവൈസുകൾ തമ്മിലുള്ള കണക്ഷനാണ് നെറ്റ്വർക്ക്. അപ്പം നെറ്റ്വർക്ക് പല രീതിയിലുണ്ട്. ലാനുണ്ട്, വാനുണ്ട്. അപ്പം ഇതാണ് പോപ്പുലറായിട്ടുള്ള നെറ്റ്വർക്ക്. പിന്നെ വേറെയും കുറേ നെറ്റ്വർക്കുണ്ട്, വേറെ കുറേ നെറ്റ്വർക്കും കാര്യമൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് പോപ്പുലറായിട്ടുള്ള നെറ്റ്വർക്ക്. ഇപ്പം ബേസിക്കലി നമ്മളിപ്പം പഠിക്കുമ്പോൾ ഈ 3 നെറ്റ്വർക്കാണ് ബേസിക്കലി നമ്മൾ പഠിക്കുന്നത്. ഇപ്പം IT റിലേറ്റഡ് ആൾക്കാർക്ക് കോമണായിട്ട് അറിയാവുന്ന 3 നെറ്റ്വർക്കാണ് വാനും ലാനും. അപ്പം ലാനും ലാർജ് ഏരിയ നെറ്റ്വർക്കാണ്. മാൻ മെട്രോപൊളിറ്റൻ നെറ്റ്വർക്കാണ്. വാനും വൈൽഡ് ഏരിയ നെറ്റ്വർക്കാണ്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിവൈസുകൾ ഉണ്ടെങ്കിൽ ആ ഡിവൈസുകളെ കണക്ട് ചെയ്ത് സെറ്റപ്പ് ആക്കാനുള്ളൊരു സംഭവമാണ് നെറ്റ്വർക്ക്. ഓക്കെ, നെറ്റ്വർക്ക് നിങ്ങൾക്ക് പല രീതിയിലും യൂട്ടിലൈസ് ചെയ്യാം. ഉദാഹരണം പറഞ്ഞപ്പോൾ മിനിമലിഷയൊക്കെ കളിക്കുന്നവർക്കറിയാം, അതിനകത്ത് ലാൻ ബേസ്മെൻ്റ് ഒരു ഫീച്ചറുണ്ട്. ആ ഫീച്ചറിനകത്ത് നമുക്കൊരു വൈഫൈ ഓൺ ആക്കി കഴിഞ്ഞാൽ ആ വൈഫൈ വെച്ച് പല രീതിയിലുള്ള ആൾക്കാരെ കണക്ട് ചെയ്ത് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമുക്ക് ഗെയിം കളിക്കാനും പറ്റും. അതൊരു നെറ്റ്വർക്കാണ്. അതോടൊപ്പം തന്നെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കുണ്ട്, വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുന്നല്ലാതെ സാധാരണ നമ്മൾ മൊബൈൽ നെറ്റുണ്ട്, അതൊരു വേറൊരു നെറ്റ്വർക്കാണ്. അപ്പം ഇതാണ് നെറ്റ്വർക്ക്. അപ്പം നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ പല രീതിയിലും ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇമെയിൽസ് ആണെങ്കിലും ഇൻ്റർനെറ്റ് മെസ്സേജ്, അപ്പോൾ അതൊക്കെ ഉദാഹരണം നെറ്റ്വർക്കിൻ്റെ. അപ്പം നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ ഉദാഹരണം ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനോട് മിണ്ടുന്ന പോലെയാണ് നെറ്റ്വർക്ക്. ഇപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നൊരു മാർഗ്ഗമാണ് നെറ്റ്വർക്ക്. അതിന് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നൊരു സംഭവം സഹായിക്കുന്നുണ്ട്. അത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഉള്ളതുകൊണ്ടാണ് നമുക്ക് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നെറ്റ്വർക്ക് നമ്മളിപ്പം പല സിനിമയിലൊക്കെ കാണുന്ന പോലെയൊക്കെ നെറ്റ്വർക്ക് പല ലെയേഴ്സ് ആയിരിക്കും. അത് ലെയേഴ്സ് എന്ന് വെച്ചാൽ ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ ആ ഓഫീസിനകത്തൊരു നെറ്റ്വർക്കിൻ്റെ ഒരു സിസ്റ്റം കാണും. അത് മെട്രോപൊളിറ്റൻ നെറ്റ്വർക്കാണ്. അപ്പം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കുറച്ചും കൂടെ ചെറുതാണ്. ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ ഈ ലോക്കൽ ഏരിയ എന്ന് ഒരു 2 പേരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ ഡിവൈസ് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് ഓർത്താൽ മതി. ഇതെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഒരു 2 ഡിവൈസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ലാൻ എന്ന് പറയുന്നത്. അപ്പം മെട്രോപൊളിറ്റൻ എന്ന് വെച്ചാൽ ഈ ഒരു കൂട്ടം ലാനുണ്ട്. ആ ലാനിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഡേറ്റാസൊക്കെ സേവ് ചെയ്യാനും അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നതാണ് വൈൽഡ് ഏരിയ നെറ്റ്വർക്ക്. പിന്നെ വാനെന്ന് ചോദിച്ചാൽ വൈൽഡായിട്ടുള്ള ഏരിയാസുള്ള നെറ്റ്വർക്കാണ്. എന്ന് വെച്ചാൽ വൈൽഡ് ഏരിയ നെറ്റ്വർക്കാണ് ലാൻ. അപ്പം വൈൽഡ് ഏരിയ നെറ്റ്വർക്കാണ്. അല്ല, ഒരു ഏരിയയിലുള്ള നെറ്റ്വർക്കും കാര്യമൊക്കെ സെറ്റപ്പ് ആക്കുന്നുണ്ട്. പിന്നെ വേറൊരെണ്ണമുണ്ട്, അത് മുമ്പേ ഞാൻ പറഞ്ഞാണ്. മാനെന്ന് ചോദിച്ചാൽ സിറ്റി ലെവലുള്ള ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. വെച്ചാൽ ഒരു ഡിവൈസ് ഉണ്ട്, ആ ഒരു കൂട്ടം ഡിവൈസസിനെ വാനിനെയും ലാനിനെയും ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റോറേജ് ടൈപ്പ് സാധനമാണ് വാൻ. ഓക്കെ, വാനിൻ്റെ മണ്ടയിലും കുറേ നെറ്റ്വർക്കുണ്ട്, അതൊക്കെ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. നെറ്റ്വർക്ക് ഉദാഹരണങ്ങൾ. നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേറൊരു ഡിവൈസിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു മാർഗ്ഗമാണ് നെറ്റ്വർക്ക്. അത് ഓരോ നെറ്റ്വർക്ക് ലെയേഴ്സായിട്ടാണ് ടോപ്പോളജീസ് എന്നൊക്കെ പറയും.